മഹത്തായ അനുഗ്രഹത്താൽ പുത്തനങ്ങാടിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ വിജ്ഞാനവേദിയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദൂരെ നിന്നെങ്കിലും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചിലവഴിക്കുന്ന മഹത്തായ നമ്മുടെ ഈ സമയം നമ്മുടെ മരണാനന്തരം നമ്മുടെ ഖബറിലും ശേഷമുള്ള മഹ്ശറിലും സന്തോഷത്തിന് കാരണമാകുന്ന ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ മഹ്ബായ ഫദ്ല് കൊണ്ട് പുറത്ത് മാപ്പാക്കി നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ സ്വർഗലോകത്ത് സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പുത്തനങ്ങാടിയിൽ ഇതാദ്യമായാണ് നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതെങ്കിലും വളരെ ചെറുപ്പം കാലത്ത് തന്നെ ഈ പ്രദേശത്തെ പരിചയപ്പെടാൻ അവസരം ലഭിച്ചിട്ടുള്ള ഇതിന്റെ അടുത്ത ഒരു പ്രദേശത്തുകാരൻ എന്ന നിലക്ക് ഇവിടെ സംസാരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ സത്യത്തെ പറയുവാനും ആ സത്യത്തെ നിഷ്പക്ഷമായി കേൾക്കുവാനും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഉൾക്കൊള്ളുവാനുമുള്ള സന്മനസ്സും തൗഫീഖും എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു മുൻവിധി കൂടാതെ, ഒരു വൈരാഗ്യം കൂടാതെ, വെറുപ്പും വിദ്വേഷവും കൂടാതെ എന്റെ സഹോദരങ്ങൾ ഈ പരിപാടി ശ്രവിക്കണം എന്നതാണ് ആദ്യമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് അവൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ആ ഖുർആനിനെ അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് തരാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാനായ നമ്മുടെ നേതാവിനെ ഈ ലോകത്തേക്ക് അയച്ചു തന്നു എന്നതുമാണ് ഏറ്റവും വലിയ നിഅമത്ത്. ഇസ്ലാം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് അല്ലാഹ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. അതല്ലേ ഇതിനെപ്പറ്റി ഇത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയത് എന്താണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തിനെ, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചാണ് അല്ലാഹു ആ നിഅമത്തെന്ന് പറയുന്നത്. അതേ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീനേതാ അവൻ തന്നെ സ്തുതിച്ചുകൊണ്ട് പറയുന്നില്ലേ, അൽഹംദുലില്ലാഹ് الذي أنزل على عبده الكتاب
വലം യജ്അൽ ലഹു ഇവജാ. വെള്ളിയാഴ്ചകളിൽ നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ 1-ാമത്തെ ആയത്ത് തന്റെ അടിമയുടെ മേൽ പരിശുദ്ധമായ ഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്ത സർവശക്തനായ അല്ലാഹു, അവനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് എന്നല്ലേ തുടക്കത്തിലെ അല്ലാഹു തആല പറയുന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ നമുക്ക് കിട്ടി, അത് വിശദീകരിച്ചു തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഈ ലോകത്ത് വന്നു. ഖുർആനിനെ വിശദീകരിച്ച് തരുന്ന ഡ്യൂട്ടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ളത്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. താങ്കളിലേക്ക് നാം ഈ ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതീർണമായതെന്തോ അത് നീ അവർക്ക് വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാകുന്ന നിലക്ക് അതേ അതിന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്കതാ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാം പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. ഈ നിഅമത്തിന്റെ ആളുകളാണ്, ഈ നിഅമത്തിന്റെ അവകാശം നമുക്കാണ് കിട്ടിയതെങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിഅമത്ത് കിട്ടിയാൽ എന്താ വേണ്ടത്? ശുക്ർ ചെയ്യണ്ടേ, നന്ദി കാണിക്കണ്ടേ. പടച്ച റബ്ബ് നമുക്ക് ഇസ്ലാമാകുന്ന നിഅമത്ത് തന്നുവെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ലോകത്തിന് മുഴുവൻ റഹ്മത്തായി കൊണ്ട് അല്ലാഹു അയച്ചുവെങ്കിൽ, അതേ യാതൊരു രൂപത്തിലുള്ള പോറലുകളും ഏൽക്കാതെ, ഒരു രൂപത്തിലുള്ള ബാത്തിലുകളും കലരാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മഹനീയമായ ഇസ്ലാമിന്റെ ആശയം നമുക്ക് കിട്ടിയെങ്കിൽ അതിന് ശുക്ർ വേണ്ടേ? എങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ടത്? അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം, അല്ല നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത്, അല്ല നമുക്ക് നൽകിയിട്ടുള്ള സമയം, ഇതൊക്കെയും പടച്ച റബ്ബ് അനുവദിച്ച് തന്നിട്ടുള്ള, നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകളാണ്. ആ നിഅമത്തുകളെ, ഇസ്ലാമാകുന്ന നിഅമത്തിനെ കൂടുതൽ പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് പ്രബോധനം നടത്താൻ, അതിനെ സ്നേഹിക്കാൻ നമ്മൾ ചെലവഴിച്ചുകൊണ്ട് മാത്രമേ ഇസ്ലാം നമുക്ക് കിട്ടി എന്ന നിഅമത്തിന് ശാകിരീങ്ങളാവാൻ, നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് ഈ യഥാർത്ഥമായ നിഅമത്ത്, അത് നമുക്ക് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നാം രക്ഷപ്പെടുന്നു. ആ നിഅമത്തിനെ ശരിക്കും പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തെ ശുദ്ധീകരിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. എന്നാൽ ഇതിനെ ആരെങ്കിലും അവഗണിച്ചാലോ? അവഗണിക്കാനുള്ള ദുർബോധനവുമായി കൊണ്ടാണ് ശൈത്താൻ രംഗത്ത് വരുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, ശരിയായ റൂട്ടിൽ നിന്ന് മനുഷ്യനെ പഴപ്പിക്കാൻ സദാ ഇബ്ലീസ് സന്നദ്ധനാണ്, ശൈത്താൻ അതിനെപ്പോഴും സന്നദ്ധനാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, മനുഷ്യൻ ശരിയായ റൂട്ടിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ ശരിയായ റൂട്ടിൽ അതാ ശൈത്താൻ വന്നിരിക്കുകയാണ്. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ നേരായ റൂട്ടിൽ ഞാൻ ഇരിപ്പുറപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാനോട് ശൈത്താൻ പറഞ്ഞതാണ്. എന്നിട്ട് ശൈത്താൻ എന്താണ് ചെയ്യുക? സുമ്മലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, ഞാൻ അവരുടെ മുൻപിലൂടെ ചെല്ലും, വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ ചെല്ലും, വഅൻ ഐമാനിഹിം, അവരുടെ വലതുവശത്തുകൂടെ ചെല്ലും, വഅൻ ശമായിലിഹിം, അവരുടെ ഇടതുവശത്തുകൂടെയും ചെല്ലും, വലാ തജിദു അക്സറഹും ശാകിരീൻ, അങ്ങനെ അവരിൽ മഹാഭൂരിപക്ഷവും നിന്നോട് ശുക്ർ ചെയ്യുന്ന ആളുകളാക്കി മാറ്റാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സഹോദരന്മാരെ, നേരായ മാർഗത്തിൽ അല്ലാഹു നൽകിയ നിഅമത്തിന് ശുക്ർ ചെയ്ത് നല്ലവരായി ജീവിക്കാൻ വിചാരിച്ചാൽ ശൈത്താൻ അതിന് വഴിമുടക്കിക്കൊണ്ട് രംഗത്ത് വരുമെന്നാണ് ഖുർആൻ പറയുന്നത്. അവനെ സൂക്ഷിക്കണം, അവന്റെ എല്ലാ രൂപത്തിലുള്ള ദുർബോധനങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ആ ശൈത്താൻ
നമ്മെ പിഴപ്പിക്കുന്ന ഏറ്റവും വലിയ രംഗമേതാണ്? മനുഷ്യനെ സ്വർഗത്തിലേക്ക് പോകാതിരിക്കാനാണ് ശൈത്താന്റെ ആഗ്രഹം. അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കണമെന്നാണ് ശൈത്താന്റെ ആഗ്രഹം. അതിനവൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് പടച്ച റബ്ബിനെ, അല്ലാഹു റബ്ബുൽ ആലമീനെ മാത്രം ആരാധിക്കുന്ന, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവനോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ അതേ യഥാർത്ഥമായ റൂട്ടിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞുകൊണ്ട് പടച്ച റബ്ബല്ലാത്തവരെയും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനും ആ രൂപത്തിൽ മനുഷ്യനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമത്ത് തൗഹീദിന്റെ ആദർശത്തിൽ നിന്ന് തെറ്റിച്ചു കളയാനാണ് ഏറ്റവും ആദ്യം ശൈത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് വളരെ ബോധത്തോടെ സർവ്വ മുസ്ലിമീങ്ങളും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുണ്ട്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. ആകയാൽ നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ സങ്കൽപ്പിക്കരുത്, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത് കേട്ടോ. വഅൻതും തഅലമൂൻ, അല്ലാഹു റബ്ബുൽ ആലമീനാണ് എല്ലാം സൃഷ്ടിക്കുന്നത്, അവനാണ് എല്ലാം സംരക്ഷിക്കുന്നത്, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അവനാണ് എല്ലാത്തിന്റെയും അധിപൻ എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അവന് മറ്റാരെയും പങ്കു ചേർക്കരുത് കേട്ടോ എന്ന് റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നു, യാ അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദാ ശിർക്ക് ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഓ ജനങ്ങളെ, ഈ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ശിർക്ക് വലിയ മാരകമായ ദോഷമാണ്. അതെങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്തത്ര വളരെ രഹസ്യമായിട്ടാണ് ശിർക്ക് കടന്നു വരിക. ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായിക്കൊണ്ട്. അതേ, അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം, കറുകറുത്ത പാറക്കെട്ടിനുള്ളിലൂടെ, കറുകറുത്ത രാത്രിയിൽ, കൂരിരുട്ടുള്ള രാത്രിയിൽ കറുകറുത്ത പാറക്കെട്ടിന് മുകളിലൂടെ ഒരു കട്ടുറുമ്പ് പതുക്കെ പതുക്കെ സഞ്ചരിക്കുന്നത് ആർക്കെങ്കിലും കാണാൻ കഴിയുമോ? അതിനേക്കാൾ സ്വകാര്യമായി, അതിനേക്കാൾ വളരെയേറെ നമ്മൾ മനസ്സിലാക്കാത്ത നിലക്ക് ശിർക്ക് കടന്നു വരുന്നതാണെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയം നമുക്ക് വിവരിച്ചു തരുന്നു. അത്ര ഗൗരവത്തോടെ എല്ലാവരും ഭയപ്പെടേണ്ട സംഗതിയാണ് ശിർക്ക്. ഇത് പറയുമ്പോ ചില സഹോദരന്മാർക്കൊരു സംശയം, അതെന്തിനാ മുസ്ലിമീങ്ങളോട് ശിർക്കിന്റെ കാര്യം പറയുന്നത്? മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടാകുമോ? മുസ്ലിമീങ്ങളിൽ എവിടെയാണ് ശിർക്ക്? അവർ 5 നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങളോട് നിങ്ങൾ എന്തിനാണ് ഈ ശിർക്കിനെ കുറിച്ച് ഗൗരവത്തോട് പറയുന്നത് എന്ന് പലരും ചോദിക്കുന്നു. അവര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വല്ലാഹി സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദീ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നില്ല. അൻ തുശ്രികൂ ബഅദീ, എനിക്ക് ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ. പിന്നെ എന്തിനാ മുസ്ലിമീങ്ങളോട് ഇത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ ഉമ്മത്തിൽ ശിർക്ക് വരില്ല, ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല എന്നല്ലേ പറയുന്നത്. പിന്നെ എന്തിനാണ് മുജാഹിദുകളെ നിങ്ങൾ ഈ ഉമ്മത്തിനോട് ശിർക്കിനെതിരെ പറയുന്നതെന്ന് വല്ലവരും സംശയിക്കുന്നുവെങ്കിൽ ആ ഹദീസിന്റെ വിശദീകരണത്തിലതാ, വല്ലാഹി മാ ഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വൈരുദ്ധ്യം പറയുന്നയാളല്ല. അള്ളാന്റെ റസൂൽ തന്നെയാ പറഞ്ഞത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ ബഹുദൈവാരാധകന്മാരോട് പോയി ചേരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല. അതെ,
ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ വരാതെ കണ്ട് അന്ത്യനാൾ സംഭവിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വൈരുദ്ധ്യം പറഞ്ഞുവെന്നാണോ നബി തങ്ങൾ ഈ ഉമ്മത്തിൽ ശിർക്ക് ഞാൻ ഭയപ്പെടുന്നില്ല എന്നൊരിക്കൽ പറയുന്നു, ശിർക്ക് ഈ ഉമ്മത്തിൽ വരാതെ അന്ത്യനാൾ സംഭവിക്കൂല എന്ന് നേതാവ് പറയുന്നു എന്നും വന്നാൽ അവിടുന്ന് വൈരുദ്ധ്യം പറഞ്ഞു എന്നല്ലേ അതിന്റെ അർത്ഥമെന്ന് സംശയിച്ചേക്കാം. ഇല്ല ഇല്ല, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വൈരുദ്ധ്യം പറയുന്ന നേതാവല്ല, പടച്ച റബ്ബിന്റെ കാവലോടെ സംസാരിക്കുന്ന നേതാവാണ്. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പടച്ച റബ്ബിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ടല്ലാതെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും സംസാരിക്കുകയില്ലെന്ന് ഖുർആനല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞ ഹദീസിന്റെ മഅന എന്താ? നിങ്ങളിൽ ഞാൻ ശിർക്ക് വരുന്നത് ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ മഅന എന്താണ്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, ഐ അലാ മജ്മൂഇക്കും, മുസ്ലിം സമുദായം മുഴുവനായും കൂടി ശിർക്കിലേക്ക് പോകൂല എന്നാണ് നബി തങ്ങൾ പറയുന്നത്. മുസ്ലിം സമുദായം മുഴുവനായും കൂടെ ശിർക്കിനെ ഞാൻ ഭയപ്പെടുന്നില്ല, എന്റെ ശേഷം മുസ്ലിമീങ്ങൾ മുഴുവൻ മുശ്രിക്കുകളായി പോകുന്ന ഒരവസ്ഥ എനിക്ക് പേടിയില്ലെന്നാണ് പറയുന്നത്. കാരണം ലിഅന്ന ദാലിക വഖഅ മിനൽ ബഅദി അആദനല്ലാഹു തആല മിൻഹാ. അതേ മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്. കാരണം ശിർക്ക് ചില ആളുകളിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്, ഈ ഉമ്മത്തിലെ തന്നെ ചിലരിൽ നിന്ന് ശിർക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് മഹാന്മാര് ദുആ ചെയ്യുകയാണ്, ആദനല്ലാഹു തആല മിൻഹാ. ആ മഹാപാപത്തിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, ഈ ഉമ്മത്തിലും ശിർക്ക് വരും, സൂക്ഷിക്കണം. ചിലരൊക്കെ തെറ്റായി മനസ്സിലാക്കി, മുജാഹിദ് മൗലവിമാരെ നിങ്ങൾക്കുള്ള വായടപ്പൻ മറുപടിയാണ് നബിതങ്ങൾ ഈ പറയുന്നതെന്നൊക്കെ ചിലർ പറഞ്ഞു നോക്കാറുണ്ട്. എന്തും പറഞ്ഞിട്ട് നിങ്ങൾ ഈ സമുദായത്തോട് ശിർക്കിനെ പറ്റി പറയുകയോ? നേതാവായ നബിതങ്ങൾ പറഞ്ഞത് ഞാൻ ഭയപ്പെടുന്നേയില്ല, ശിർക്ക് വരില്ല എന്നല്ലേ എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹദീസ് നമ്മൾ സ്വയം വിശദീകരിക്കുകയല്ല, ആ ഹദീസ് കണ്ട മഹാന്മാര് പറയുന്നത്, എന്റെ ശേഷം നിങ്ങളിൽ ശിർക്ക് വരുന്നതിന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അയ്യലാ മജ്മൂഇക്കും, നിങ്ങളെല്ലാവരും കൂടെ ശിർക്ക് ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. പക്ഷേ ചില ആളുകളിൽ നിന്നത് സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുമ്പോൾ, ഓ പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ട പാപം ശിർക്ക് തന്നെയാണ്. കാരണം എന്താ? ശിർക്ക് ചെയ്യുന്നവൻ നമസ്കാരം കൊണ്ട് കാര്യമുണ്ടോ? അവന്റെ നോമ്പ് കൊണ്ട് പ്രയോജനമുണ്ടോ? അവന്റെ സക്കാത്ത് കൊണ്ട് പ്രയോജനമുണ്ടോ? അവന്റെ ഹജ്ജ് കൊണ്ട് പ്രയോജനമുണ്ടോ? അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടോ? ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരോടും മഹാനായ റബ്ബുൽ ആലമീൻ പറഞ്ഞത് നബിതങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ള ആളുകൾക്കും വഹി കൊടുത്തിട്ടുള്ള കാര്യം എന്താണെന്നോ? നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ നിന്റെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോയി, നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് ലോകത്ത് വന്ന മഹാന്മാരായ എല്ലാ അമ്പിയാക്കന്മാരോടും പടച്ച റബ്ബ് പറഞ്ഞുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ചിന്തിക്കണം എന്റെ സഹോദരങ്ങൾ. നമുക്ക് ദുർവാശി വേണ്ട, നമുക്ക് കക്ഷിവൈരാഗ്യം വേണ്ട. ചിന്തിക്ക്, മഹാന്മാരായ അമ്പിയാക്കളോട് റബ്ബിത് പറയുന്നത് എന്തിനാണ്? അമ്പിയാക്കളിൽ നിന്ന് ശിർക്ക് വരും എന്ന് പേടിച്ചിട്ടല്ല. ഒരു നബിയും ശിർക്ക് ചെയ്യില്ല. കാരണം അവര് മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അമ്പിയാക്കൾക്ക് പടച്ച റബ്ബിന്റെ കാവലുണ്ട്, അവർക്ക് ഇസ്മത്തുണ്ട്, അവര് മഅസൂമീങ്ങളാണ്, അവരിൽ നിന്നങ്ങനെ പാപങ്ങൾ സംഭവിക്കൂല. പിന്നെ എന്തിനാ നബിതങ്ങളടക്കമുള്ള സർവ്വപ്രവാചകന്മാരോടും പടച്ച റബ്ബ് നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ അമല് മുഴുവൻ പൊളിയും, അതേ പരാജയപ്പെടും എന്ന് മുന്നറിയിപ്പ് നൽകിയത് എന്തിനാണ്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമേ, സർവ മനുഷ്യരും ചിന്തിക്കാനാ റബ്ബത് മുമ്പേ പറഞ്ഞത്. മഹാന്മാരായ ആളുകളിൽ നിന്ന് പോലും
സംഭവിച്ചു പോയാൽ അവര് പരാജയത്തിലാണ്, അമല് നഷ്ടപ്പെടും എന്ന് വന്നാൽ അവരുടെ ഒരു 100 അയലത്തിയെത്താൻ പോലും യോഗ്യതയില്ലാത്ത സാധാരണക്കാരായ നമ്മിൽ നിന്നൊക്കെ ശിർക്ക് വന്നാൽ പരലോകത്ത് നമ്മുടെ സ്ഥിതി എന്താകും പടച്ചവനെ, പരലോകത്ത് എന്റെ അവസ്ഥ എന്താകും റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ മഹാപാതകത്തെ കുറിച്ച് ഗൗരവത്തോടെ പഠിക്കാനും അത് ജീവിതത്തിൽ വരാതെ ഒഴിവാക്കാനും സൂക്ഷിക്കാനും വേണ്ടിയാണ് മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും പടച്ച റബ്ബ് ഈ കനത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഇത് എന്റെ സഹോദരങ്ങളുടെ മനസ്സിൽ പ്രസംഗം തീരുവോളം ഉണ്ടാവണം. എവിടെ എത്തിപ്പോയി നമ്മുടെ സമുദായം? നമ്മുടെ സമുദായം എവിടെ എത്തിപ്പോയി? അല്ലാഹു റബ്ബുൽ ആലമീനിനെ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാകാത്ത ഒരവസ്ഥ. അള്ളാഹിനെ പറ്റി അറിയോന്ന് ചോദിച്ചാൽ അറിയും. എന്താ അറിവ്? അള്ളയാണ് ലോകം പടച്ചത്, അള്ളയാണ് നിയന്ത്രിക്കുന്നത്, അള്ളയാണ് മഴ തരുന്നത്, അള്ളയാണ് ജീവിപ്പിക്കുന്നത്, അള്ളയാണ് മരിപ്പിക്കുന്നത്, അള്ളയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അതൊക്കെ നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായോ? ആയില്ല.